ഒക്കെ പിടിച്ചാൽ ആ വെള്ള ഇതിലെന്താ അടുക്കള തകൃതിയായിട്ട് ഇവിടുത്തെ പണി ഇവിടുത്തെ വേലക്കാരി ഞാൻ താത്താട് വിളിച്ചപ്പോ പറഞ്ഞാണ് ചോറ് തീമട്ടാ മതി ഒരു 1.5 നായി ഏറെ താത്ത കേട്ടില്ല. ഉറങ്ങിക്കണ അഭിനയാണ് റീല് അഭിനയിക്കണേക്ക് അഭിനയിച്ചോനെ പാത്തമ്മ തിന്നൂട് താത്തിരിക്കേ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ മക്കളെ ഞങ്ങളിതാ ഇന്നൊരു ചെറിയൊരു യാത്ര പോണേ. എവിടേക്കാണ് പോണേ? കൊറേ ദിവസമായിട്ട് പോവാത്തൊരു സ്ഥലത്തേക്കാണ്. കൊറേ നിങ്ങള് വരൂല പരാതി പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഞങ്ങള് പോണത് കേട്ടാ. അപ്പൊ വിശേഷങ്ങൾ വഴിയെ കാണാം. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എത്ര പോണേ? എവിടേക്കല്ല എന്റെ ഞങ്ങളെ ചെറിയ പെങ്ങളെ വീട്ടിലേക്കാണ് പോകുന്നത്. കൊറേ ചെല്ലാൻ പറിച്ചു തുടങ്ങിട്ട് കൊറേ ദിവസമായിക്കണേ. അപ്പൊ അങ്ങോട്ട് പോവണേ. ആ വീട് പുതിയ സബ്സ്ക്രൈബേഴ്സ് കാണാത്തവർക്ക് വേണ്ടി അവിടുത്തെ വിശേഷങ്ങള് നമ്മുടെ ചെറിയ പെങ്ങളെ ടോട്ടലി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇന്ന് ഈ ഡ്രസ് എന്തിട്ടാണ് ചോദിക്കരുത്. നാളത്തെ വീഡിയോയിലും ഇന്നലത്തെ വീഡിയോയിലൊക്കെ ഈ ഡ്രസ്സാണ് ഒരേ ഇതിലെടുത്താണ് അല്ലേ. അപ്പൊ ഇന്നലെ ആ ഡ്രസ് ഇട്ടിട്ടാണ് 2 വീഡിയോ. അപ്പൊ ഇനിയിപ്പോ ഇന്ന് ഈ ഡ്രസ് ഇന്നും കൂടി ഇട്ടിട്ടാണ് തിരുമ്പിയാ പോരാ. എനിക്ക് ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോ അങ്ങനെ ഓരോ വീഡിയോക്ക് ഓരോ ഡ്രസ് ഇടാൻ പറ്റൂലല്ലോ. എല്ലായിടത്തും എല്ലാ ഡ്രസ്സും ഇടാം. അതിനൊന്നും അങ്ങനെ ഒന്നും കുഴപ്പമില്ല. ഒരു ഡ്രസ് ഇപ്പൊ എല്ലായിടത്തും കുട്ടിച്ചിട്ടൊന്നും ഒരു കുഴപ്പമില്ല. നമ്മളെ മുഖം മാറൂലല്ലോ, ഡ്രസ്സല്ലേ മാറുള്ളൂ. അപ്പൊ വണ്ടിയിൽ ഇതാ പൊന്നു ബാക്കിലുണ്ട്. പൊന്നു ബാക്കിലുണ്ട്. പിന്നെ മോൾട്ട് ഇന്ന് അങ്ങോട്ട് വരുന്നത് എന്റെ ആങ്ങളുടെ മോളാണിത്. അപ്പൊ ഓളിന്ന് അങ്ങോട്ട് വരുന്നത്. അപ്പൊ ഓളെയും കൂട്ടിട്ടാണ് പോണത്. ഓളേതായാലും അങ്ങോട്ട് കളിച്ചാൻ വന്നല്ലേ. കുട്ടിമോനില്ല. പൊന്നു പള്ളിയിൽ അവിടെ പോയി. മുത്തു അങ്ങോട്ട് പോയി. ഞങ്ങൾ ഒറ്റക്കായി. കുട്ടിമോനെ സ്നേഹിതന്മാരൊപ്പം പോയി. ഇപ്പൊ വരും അങ്ങോട്ട് വരും പറഞ്ഞോനെ. ചെറിയ ഒരു എന്തോ മീറ്റ് ഉണ്ട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. അപ്പൊ ഞങ്ങളിതാ ഏകദേശം വയലത്തൂര് കുറച്ച് ഉള്ളിലേക്ക് പോകണം. പറപ്പൂത്തറത്താണ് പെങ്ങളെ വീട്. അപ്പൊ വീഡിയോയില് ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാ കണ്ടോക്കും. കാരണം എന്താ വെച്ചാല് നമ്മുടെ പെങ്ങളെ വീട് കാര്യങ്ങള് നമ്മുടെ ഫാമിലി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പൊ വീഡിയോ ഇപ്പൊ ഞാന് ബസ്സിന് പോവാൻ നിക്കേനെ. അപ്പൊ ഞാൻ ചെറിയ മടിയുണ്ട്. ഇതൊക്കെ നിങ്ങള് കൊണ്ടാക്കി തരുമോന്ന് ചോദിച്ചപ്പോ ഞാൻ കൊണ്ടാക്കി തരാനപ്പോ ഞാൻ പോകുന്നത്. ഞാൻ ബസ്സിന് പോരാൻ നിക്കുന്നു. അല്ല തിരിച്ചു കൊണ്ടുപോകും ചെയ്യും. തിരിച്ചു കൊണ്ടുപോകും ചെയ്യും. അങ്ങനല്ല, ഇവിടെ ഇറക്കിട്ടാണ് പോകാനുള്ള പരിപാടി ഇല്ല. അത് വീണ്ടും ഇങ്ങനെ വരണം. നടക്കുവോ? തിരിച്ചു തീരാണ് പോന്നാ പോരെ. നടക്കൂല മോനെ. അപ്പൊ ഈ രാത്രി തിരിച്ചിട്ടുള്ളൂ? രാത്രി വരുള്ളൂ. താത്താനത്തേക്ക് എന്തെങ്കിലും പോവുള്ളൂ. അത് നേരെ മറ്റേ കല്യാണം പറയാൻ പറഞ്ഞേക്ക് പോയാൽ പറ്റൂല. നേരെ കുറച്ചേരം ഇരുന്ന് സംസാരിച്ച് താത്ത ഇങ്ങോട്ട് വരുമ്പോ ഏതായാലും അതിനുള്ള നേരം കിട്ടലില്ല. അപ്പൊ അതേ പോവുക. അപ്പൊ ഞാൻ പറയും താത്താനടുത്ത് കാണ്ട് പോവാ. എന്നാ കുറച്ചേരം താത്താനെ അടുത്ത് ഇരിക്കാലോന്ന്. രാത്രി എത്ര മണിയാവും? രാത്രി നിങ്ങളെപ്പോഴാ വരുന്നപ്പോ പോരും. ഞാൻ പോയിട്ട് 3 മണിക്ക് വരാം. 3 മണിക്ക് എന്നിട്ട് നമുക്ക് രാത്രി പോരാ. എങ്ങനെയുണ്ട്? 9 മണിക്കിട്ടാ. താത്ത 9 ആയാലും വിടൂല, 10 ആയാലും വിടൂല. താത്ത ഇതിക്ക് ചെന്നാ അങ്ങനെയാണ് അല്ലേ? ചെന്നാ അങ്ങനെയാണ്. ഇങ്ങനെ വരോ? അപ്പൊ എവിടെപ്പാ ഇപ്പ പെങ്ങളുട്ടിന്റെ അടുത്തേക്ക് പോവാന് സാധനങ്ങൾ വാങ്ങാൻ പോയതാട്ടോ. നമ്മുടെ ബാക്കില് പുതിയ ആളുണ്ട്. ഹായ് ഹായ് താത്തമ്മ ഹായ്. തന്നെ പെങ്ങക്കൊരു കവർ നിറച്ച് സാധനമായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ പോയിട്ട് കൊറേ ആയിക്കണേ. അവള് ഇങ്ങോട്ട് വരുന്നില്ല, ഞങ്ങളാണ്ട് പോയിട്ട് കൊറേ ആയിക്കണേ. ഏതായാലും അല്ലേ ഇന്ന് പോയി നോക്കാം. അപ്പൊ അതാ ബംഗ്ലാങ്ങൊന്നെത്തി. ഇതിൽ കൂടെ ഞങ്ങള് പോണത്. അന്നത്തെ കല്യാണം എന്തോ പരിപാടി എന്തോ ഉണ്ട്. എന്തോ ഒരു പരിപാടി. ഇതൊരു സ്കൂളാട്ടോ അതിന് മേലെ.
താത്താന്റെ മോനൊക്കെ പഠിച്ച സ്കൂളാണ് പറപ്പൂതട സ്കൂളില്ലേ? പറപ്പൂത്തറ സ്കൂൾ തന്നെ ആണല്ലേ? ആ പറപ്പൂതട സ്കൂളാണ്. നല്ല വലിയ സ്കൂളാണ്, നല്ല വലിയ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ചുമതലയും കെട്ടി വലിയ സ്കൂളാണ്. നമ്മുടെ രാജാസിനെക്കാട്ടൊക്കെ വലുതാ തോന്നുന്നുണ്ട്. എന്താ വെച്ചാല് രാജാസ് ഏകദേശം അതിന്റെ ഇപ്പൊ വലിപ്പുണ്ടാവും. സാധാരണ പറപ്പൂതടത്ത് കൂടിയാണ് പോകല്. കാരണം ഇപ്രാവശ്യം വേറെ കൂടി ഈ വഴിയാകുമ്പോ ഒന്നും കൂടി ഈസി ആയിട്ടാണ് ഇതിൽ കൂടി പോകുന്നത്. താത്താന്റെ വീട്ടുകൾ ഇപ്പൊ എത്തും. അങ്ങനെ അധികം കൂടി നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് എത്താൻ കഴിയും. അതാണ് റോഡ് കുറച്ച് ഇടുങ്ങിയ വയ്യായാലും എളുപ്പമുണ്ട്. റോഡ് കച്ചറ കൊണ്ടേ പോയി കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ പൊതുവെ പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ വരില്ല. അപ്പൊ ആദ്യം തന്നെ ഏകദേശം റോഡുകളൊക്കെ നന്നാക്കി കഴിഞ്ഞിരിക്കണം. ഇനി അടുത്ത 5 വർഷം സഹിച്ചാ മതി. സത്യല്ലേ? ആ ഇങ്ങനെ കീപ്പട്ട് പുരം പള്ളിയിലെ ഒരു പാട്ടാണ് കുഞ്ഞുവാ. കുഞ്ഞാലിക്കുട്ടി അറിയുമ്പോലെ പറഞ്ഞേ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അറിയാലോ. അപ്പൊ ഇതെല്ലാരും എല്ലാ ചങ്കുകളും കുട്ടികളൊക്കെ നല്ല ഉഷാറായിട്ട് സൈക്കിളൊക്കെ എടുത്ത് ഇന്ന് സൺഡേ ലീവ് ആയതുകൊണ്ട് അടിപൊളിയായിട്ട് ഇന്ന് എൻജോയ് ചെയ്തോണ്ട് ഇതേപോലെ കാണിച്ചു കൊടുക്കേ. അപ്പൊ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് മക്കളെ. ഇനി അധികം ഒന്നും പോവല്ല. ഇത് നമ്മളെ നിച്ചു താത്താന്റെ ചെറിയ മോനാണ്. ചെറുത് വണ്ടി കേറിക്കോ. അപ്പൊ ഇതാണ് നിച്ചൂസ് കറി വേൾഡ്. എടാ ഡോർ ഓപ്പൺ करके दे दो भैया. ആ അപ്പൊ നിച്ചു എന്തേത് പരിപാടി ഇവിടെ? ഞങ്ങളെ കാത്തുക ഞങ്ങള് പേരൊന്നും അറിഞ്ഞീനാ. അപ്പൊ നല്ല ആവേശത്തില് നിച്ചു നിക്കാണ് ഇവിടെ. കമ്പനികളായി എനിക്കറിയില്ല. പിന്നെ കളിക്കൂട്ടണ്ടാ, കളിക്കൂട്ടൂല. ജയ് പോയിക്കണ. താത്ത പോയാ ഇപ്പൊ വരില്ല. താത്താന്റെ കൂട്ടത്തില് അപ്പൊ ഓട്ടോ വരുന്ന വഴിയിലേടാണ് ഞങ്ങക്ക് പോവാനുള്ളത്. അതെ അത് അന്നെടുക്കാന്. അപ്പൊ രണ്ടാളും ഇവിടെ കേറി. ഇതാണ് താത്താന്റെ മൂത്ത മോനെ. ഓക്കെ, ആള് ചെറുതായിട്ട് വർക്ക് ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. ആ രണ്ടാമത്തെ അല്ല ആൺകുട്ടികളുടെ മൂത്തെന്ന് ഉദ്ദേശിച്ചു. ഓക്കെ, അപ്പൊ ഞങ്ങളവിടെ നീങ്ങട്ടാ. അപ്പൊ മാളുതാ ലഗേജൊക്കെ പിടിച്ചാൽ ആ വെള്ള ഇതിലെന്താ അപ്പച്ചി പോരില്ലെന്നേ. അടച്ചോ കാത്തോളി. നല്ല രസമുള്ള പ്രദേശട്ടാ. നല്ല കണ്ടിങ്ങനെ തെങ്ങും പറമ്പും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇടവഴി. ഇവിടുന്നാണ്ട് റോഡില്ല, ഇവിടുന്നാണ്ട് ഇടവഴിയാണ്. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ കേട്ടോ അല്ലേ. പൊന്നും ഓടിപ്പോയിട്ട് അവിടെ എത്തിക്കണിട്ടാ, നിച്ചും പൊന്നും കൂടി. അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയ പെങ്ങളെ വീട്. മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇതാണ് ചെറിയ പെങ്ങളെ വീട്. പെങ്ങളിത് അവിടെ വന്നിട്ടുണ്ട്. ഇതാണ് ചെറിയ പെങ്ങള്. ഓക്കെ, ആ ഉണ്ടാ പേര. അപ്പോൾ ഇതാണ് വീട് കേട്ടോ മക്കളെ. അപ്പോൾ അടുക്കള കണ്ടില്ല നിങ്ങള്. ഇതാണ് സുന്ദരമായ അടുക്കള. അപ്പൊ ഇവിടെ തകൃതിയായിട്ട് ഇവിടുത്തെ ഇവിടുത്തെ വേലക്കാരി ഞാൻ താത്താട് വിളിച്ചപ്പോ പറഞ്ഞാണ് ചോറ് തീമട്ടാ മതി. ഒരു 1.5 നായി ഏറെ തീമട്ടാളിയാണ്. താത്ത കേട്ടില്ല. ഇന്നലെ ഒരു കല്യാണം ഉണ്ടായി. അപ്പൊ ബിരിയാണി കഴിച്ചിക്കണേ. അപ്പൊ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടും കുഞ്ഞോളം എന്ത് ചെയ്തിക്കണേ തകൃതിയായിട്ട് ഇവിടെ ബിരിയാണിക്കുള്ള സാധനം വേറെല്ലൊക്കെ കൊടുക്കുന്നതിന് അടിപൊളി വീഡിയോ എടുത്തില്ല. അടിപൊളി ജ്യൂസ് ഉണ്ടാക്കി. എന്താ ജ്യൂസിന്റെ പേരാളോ? ഇളനീർ ഷേക്ക്. അത് മോന് കുഞ്ഞോളം മോനെ അവിടെ ഇവിടെ ഒരു ഷോപ്പിൽ പോകുന്നുണ്ട്. അപ്പൊ അവിടുന്ന് അവൻ കൊണ്ടുവന്ന് എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഉണ്ടാക്കി അടിപൊളി. ആദ്യമായിട്ട് കുടിക്കണം ഇങ്ങനത്തെ ജ്യൂസ്. ഷോപ്പിൽ നിന്ന് കുടിച്ചാൽ അത്ര ടേസ്റ്റ് കിട്ടൂല. അപ്പൊ അത് കുടിച്ചു. അപ്പൊ ഇവിടെ ബിരിയാണിക്കുള്ള എല്ലാ തയ്യാറെടുപ്പും ഇതാണ് തകൃതിയായി നടക്കണ്ടേ. പിന്നെ പേരൊക്കെ വെട്ടിയിട്ടുണ്ട്. അത് കഴിക്കാൻ പോണേ. അപ്പൊ അന്നെ ഒരുപാട് ആളുകൾക്ക് അറിയാത്ത എന്റെ ചോദിക്കലുണ്ട് ചെറിയ പെങ്ങൾ എവിടെയാണ്. അപ്പൊ ചെറിയ പെങ്ങൾ ഇതാണ്. ഓക്കെ, അളിയൻ ഗൾഫിലാണ്. 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയാണ്. ഓക്കെ, നമ്മള് വണ്ടിന്നായാലും ഷോപ്പിൽ നിന്നായാലും ഈ വലിയ ഉണ്ട പേരൊക്കെ ഉണ്ടല്ലോ അത് വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചോണ്ടിട്ട് നല്ല പുഴുക്കള് വരുന്നുണ്ട്.
നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിനൊരു കുഴപ്പമില്ല, നല്ല സൂപ്പറാണ് പുറത്തൊക്കെ. പക്ഷെ വാങ്ങുന്നവരൊന്ന് സൂക്ഷിക്കുക. പരമാവധി നല്ല മുത്തം പച്ച വാങ്ങിയാൽ മതി. അപ്പൊ അതാകുമ്പോ പുയൊന്നും ഉണ്ടാവില്ല, കേടുണ്ടാവില്ല. ഇന്നോട് നമ്മളെ മദീനെന്ന് പറഞ്ഞ് നല്ല പോസ്റ്റ് എടുക്കരുത്. മദീന സൂപ്പർ മാർക്കറ്റ് അതായത് നല്ല പോസ്റ്റ് പുഴുണ്ടാവുമല്ലോ. അപ്പൊ ഇവിടുത്തെ കിണർ ഇതാട്ടോ, സാധാ നാടൻ കിണറാണ്. ഇപ്പൊ ചെറിയ വഴി ഇങ്ങനെ ഉണ്ട്, വലിയ വണ്ടി കാറൊന്നും പോരില്ല. അപ്പൊ സ്കൂട്ടിയൊക്കെ മോൻ ഇങ്ങനെ ഇതുപോലെ ഇവിടെ ഇറക്കും. റോഡ് അടുത്ത് വരും ഇവിടെ. അപ്പൊ നേരെ നമ്മളിതാ സിറ്റ് ഔട്ടേക്ക് കയറി. അപ്പൊ ഇതാണ് സിറ്റ് ഔട്ട്. ഇപ്പൊ നേരെ ഡൈനിങ് ഹാള് കണ്ടില്ലേ. അപ്പൊ ഇതങ്ങനെ ഡൈനിങ് ഹാള്. ഇവിടെ നേരെ മേലെ കോണി റൂം, ഇവിടെ ഒരു അറ്റാച്ച്ഡ് കോമൺ ബാത്റൂം, ഇവിടെ ഡൈനിങ് ഹാള്, TV, ഇവിടെ ചെറിയൊരു ലിവിങ് അല്ലേ. ഇതാ പോണ ആൾട്ടാ, ഇതാ പോണ് പൊന്നു, ഇതാ പോണ്. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം. ഓക്കെ, ഇവിടെ ഒരു ബെഡ്റൂമാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ പോന്നാൽ ഇവിടെ ഒരു അടിപൊളി ബെഡ്റൂം പടിയുണ്ട്. അവിടെ ഒരു ബെഡ്റൂം ലൈറ്റ് കാണിച്ചേട്ടാ. ഇതൊരു അടിപൊളി ബെഡ്റൂമാണ്. ഇവിടെ അറ്റാച്ച്ഡ് ആട്ടാ, ബാത്റൂം ഉണ്ട് ഇവിടെ. ഓക്കെ, പിന്നെ ഇങ്ങനെ പോന്നാൽ ഇതാ ഇവിടെ ഒരു ബെഡ്റൂം. ഇവിടെ ഒരു ബെഡ്റൂം ആട്ടാ. ഇത് മോൻ്റെ പഴയ ഒരു എന്താണ് ഹരിതാതരം 2022 സ്നേഹാദരം കിട്ടിയതാണ്. മുഹമ്മദ് ഷിഫാൻ, ഇതാണ് പെങ്ങളെ മകനാണ് കേട്ടാ. ഇവിടെ കുറച്ച് വർക്കുകൾ ബാക്കിയുണ്ട്. പോലും പെങ്ങളെ മകളെ കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ അടുക്കളയാട്ടെ, ഇനി അടുക്കളയ്ക്ക് പോട്ടാ. അടുക്കളയിൽ തകൃതിയായിട്ട് മാളും കുഞ്ഞോളും കൂടിയിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുകയാണ്. മാഷാ അല്ലാ, പോയോ കേട്ടാ. ഇതവിടെ ഇവർ പേരക്കൊക്കെ ഇതാണ് കഴിക്കുകയാണ്. ഇതാ പൊന്നും, ഇതാ മോൾട്ടി, ഇതാ മാളുവിൻ്റെ ആങ്ങളുടെ മകളാണ്. ഓക്കെ, എങ്ങനെയുണ്ട് ജ്യൂസൊക്കെ? എങ്ങനെയുണ്ടെന്ന് അടിപൊളിയില്ലേന്നാ? ആ, സൂപ്പർ ആയിരുന്നു. അപ്പൊ സംഗതി നടക്കട്ടെ. അപ്പളേ ഞാൻ ഉണ്ടല്ലോ, ഉണ്ടെങ്കിൽ എന്താ അടുപ്പൊക്കെ ഇവിടെ വല്ലാതെ ഉപയോഗം ചെയ്യാതെ തോന്നേ. അപ്പൊ മാളുന്ന തകർന്നായിട്ട് ബിരിയാണി ഒക്കെ എടുത്തണ്ട് നിങ്ങള് അല്ലേ? ഇത് സ്പെഷ്യൽ ബിരിയാണിയാ? സാർ ഉണ്ടാക്കണായിട്ട് തന്നെ എന്താ അറിയോ, നമ്മള് വിരുന്ന് എന്നിട്ട് അവിടുത്തെ ഭക്ഷണല്ലേ. ഇനിയിപ്പോ ഇവിടെ വന്നിട്ടും ഞാൻ ഉണ്ടാക്കണം. എന്റെ കൈ തട്ടിക്കാണ്ടായ ഇവിടെ അടുക്കള ഏറ്റെടുത്താണ്. ചിക്കനൊക്കെ ഇവിടെ റെഡിയാണ്. അപ്പൊ ഏതായാലും ഉണ്ടായിക്കോട്ടാ. ഞാൻ ഉണ്ടാക്കണ ഉണ്ടാക്കുവോ? ആയില്ല, ഇനിയിപ്പോ ഇളക്കിയാണൊക്കെ ഇടാനല്ലുള്ളൂ. അപ്പൊ ബിരിയാണിയൊക്കെ ദമ്മിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ ബിരിയാണി ദമ്മ പൊട്ടിക്കാണ് കഴിക്കാൻ പോകട്ടാ. ഫാന് സ്വിച്ച് ഇട്ടില്ലേ അതിന്റെ ഇടയില്? കുഞ്ഞോടെ ഈ വളമ്പുള്ള പരിപാടിയൊന്നും ഞാൻ ചെയ്യലില്ല. പുറത്തേക്കിടില്ല. ഞാൻ കുറച്ചേരം പോയി. നല്ല ചൂടിട്ടാ. അല്ലോ, പേരും സ്വസ്ഥതയിലെ ബാവ ഉറങ്ങി. ബാവ പഠിത്തൊന്നും ഇങ്ങനെ ഉറങ്ങിട്ട് ചെയ്യാത്ത എത്ര പോരെ നേരം ഉറങ്ങി നീച്ചാരപ്പത്. വീട്ടിൽ നമ്മൾ കിടന്നൊക്കെ എപ്പോഴും ചില ആൾക്കാരുടെ ശല്യം വരും. ആ ആളിന്ന് ഇവിടെ അടുക്കളയിൽ പെട്ടോണ്ട് നല്ല സ്വസ്ഥതായിട്ട് ഉറങ്ങി. കുട്ടികളെയും വേറെ ചില ആൾക്കാരൊന്നും ശല്യമില്ല. പേര് ഞാൻ അപ്പടുത്ത് പറഞ്ഞില്ല. ഒരു സൈഡ് ഇളക്കിയാൽ മതിട്ടാ. നന്നായിട്ട് ഇളക്കണം. ഒരു ഭാഗം ഞാൻ ഇവിടെ നിന്ന് താത്ത ഉണ്ടാക്കി ചോറുന്നാ വിചാരിച്ചത്. സത്യം ഞാൻ നിങ്ങൾ ഉണ്ടാക്കിയ മീൻകറിയും ഞാൻ പറഞ്ഞ വെറുംചോറ് ഉണ്ടാക്കിയാൽ മതി, മീൻകറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി താത്ത നേരെ ബിരിയാണിന്റെ സാധനം ഇതൊക്കെ കൊടുന്നത്. ഒരാളിത് വിശന്നത് 3 മണിയാണ്. അപ്പോൾ കറക്റ്റ് 3 മണിയാണ് ഞങ്ങൾ ചോറ് ഇടുമ്പോൾ.
3 മണി. അപ്പൊ നിങ്ങൾ എപ്പോഴും ഉറങ്ങിയതാ? ഞാനിങ്ങനെ കുടിക്കാം എന്തോ ക്ഷീണമുള്ള ഉറക്കം. എങ്ങനെയാ ഇപ്പൊ പറയാൻ പറ്റും? അജ്ജതി ഉറക്കം. പിന്നെ ആരെയും സ്വസ്ഥായി കിടക്കാലോ. ആരും അവിടെ റൂമിലുണ്ട് വരുന്നപ്പോ ആ വൈക്ക് ആരും വന്നിട്ടില്ല. ആരും വന്നിട്ടില്ല. വരുന്ന ആളും തന്നെ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി പെട്ടും ചെയ്ത് ആ ശല്യം. അല്ലെങ്കിൽ ബാ ഉറങ്ങാൻ പോകുമ്പോ ഞാൻ ഒന്ന് പേപ്പിച്ചൊന്നുമില്ല. പക്ഷെ ബാ ഉറങ്ങാൻ ഇന്നേരം അവിടെ ഉണ്ടാവില്ല. ചിലപ്പോൾ വിളിച്ചിട്ട് എന്തെങ്കിലും സംശയം എന്തെങ്കിലും ചോദിച്ചാൽ ഇനി ഉറങ്ങിക്കോളി എന്ത് ഉറക്കം ഇങ്ങനെ ഉണർന്ന ഉറക്കം വരുമല്ലോ കോരി. അപ്പൊ ഞങ്ങളത് വളമ്പിട്ട് കഴിക്കാൻ പോകണ്ട. അപ്പൊ അത്ര 3-6 എണ്ണത്തിനുണ്ടല്ലേ? ഒക്കെ നല്ല കളിയിലാണ്. അപ്പൊ ചോറ് വിളമ്പിയിട്ടുണ്ടായി. ഒരു പ്ലേറ്റും കൂടി ഉണ്ടായി ഇതിലൂടെ. കുട്ടിയെ കുറച്ച് എടുക്കാൻ പറ്റാം. എനിക്ക് കുറച്ചതി. ഇപ്പം കുറച്ചതി. ഞാൻ ഈ സാധനം നിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എന്നെ ഇറക്കി തന്നാണ് പോവാറിഞ്ഞല്ലേ. എന്നോട് പറഞ്ഞ അന്ന അവിടെ വിട്ടെന്നാ പോരെന്നാണ്. പറ്റിച്ചതാ ഇല്ല. ആ പാറാള് ഹസ്ബൻഡ് ഊക്കോണന് ആയുധന മണ്ടി ഇരുന്നെങ്കിൽ എവിടെ അത് ഉറങ്ങിയാ ഉറങ്ങിക്കണ. അഭിനയാണ് റീല് അഭിനയിക്കണേക്ക് അഭിനയിച്ചോണോന്. പാത്തമ്മ തിന്നൂട്. അടിപൊളി മസാലയാണ്. അടിപൊളി മസാല. ഇതില്ലാത്ത പറയണ്ടട്ടാ. ഇത് ഓന്റെ പ്ലേറ്റ് ആണ്. ആ പ്ലേറ്റിന് എടുത്തോളാം. അങ്ങനെ ഒരു റീല് കുറെ ഇറങ്ങിക്കണേ. ഭാര്യ ഭർത്താവിനോട് ചോദിക്കും എങ്ങനെയുണ്ട് ഫുഡ് കഴിക്കും. അടിപൊളിയാണ്, സൂപ്പറാണ് പറയും. അപ്പൊ തന്നെ മകൻ പറയും എവിടെ രസമൊന്നുമില്ലല്ലോ പറയും. അപ്പൊ രസം ചെയ്യുമ്പോ തന്നെ അമ്മ പറയും അപ്പൊ ഓൻ കഴിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് പറയും ഇതെല്ലാം അവിടെ നിന്ന് മൂക്കറ്റം കഴിച്ചത് ചോദിക്കും. ഞാൻ കഴിച്ചിട്ടില്ലല്ലോ പറയും. ഈ കഴിച്ചില്ല ഞാൻ കണ്ടല്ലോ പറയും. ഫുഡല്ല കല്യാണം ഞാൻ കഴിച്ചിട്ടില്ലല്ലോ. കല്യാണം കഴിച്ചാലോ അങ്ങനെ പറഞ്ഞാണോ? പൊന്നോ നല്ല കുട്ടിയാണ്. ഇതാണോ നാളെ ഫുഡ് കൺട്രോളൊക്കെയാണ്. പക്ഷെ ഞാൻ കുറച്ച് ബിരിയാണി ഒന്നും ഞാൻ ഇന്നലെ കല്യാണത്തിന് ഒരു ബിരിയാണി വെച്ചാൽ ആളാണ് ഇന്നലെ. അപ്പോ കേസ് ഞങ്ങളെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഞാൻ വീണ്ടും ഒന്നുകൂടി പറയണേ, എൻ്റെ കുഞ്ഞു പെങ്ങളിതാണ്. കുഞ്ഞു പെങ്ങള് എൻ്റെ ചെറിയ പെങ്ങളാണ്. ഓക്കെ, അപ്പൊ കാണാത്തവർക്കിനെ പറഞ്ഞ പഴയ വീഡിയോയിലൊക്കെ ഉണ്ടാവും. ഇത് മാളുവിൻ്റെ ആങ്ങളുടെ മോളാണ്, കുഞ്ഞുട്ടിൻ്റെ മോള്. അപ്പൊ മാള് ഫുഡൊക്കെ കൺട്രോൾ ആണെങ്കിലും കൂടിയിട്ട് 1.5 ഇപ്പൊ ബിരിയാണിന്റെ മുമ്പിൽ ഇരുന്നിട്ടുണ്ട്. ഓക്കെ, ഇതാ പൊന്നു കളിയൊക്കെ കഴിഞ്ഞതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ നിച്ചു അതായത് കുഞ്ഞോളെ ചെറിയ പൊന്നോമന, ചെറിയ മോനെ. അപ്പൊ മുത്തുമോളെ ഇവിടെ പുറത്ത് ഒരു കല്യാണത്തിന് വേണ്ടി പോയതാണ്. അവളെ ഫ്രണ്ടിന്റെ അനിയത്തിന്റെ കല്യാണത്തിന് വേണ്ടി പോയതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, മോനെ അവൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് വെക്കണേ. ഒരു 3:30-4 മണിയാവും വരാനേ. അപ്പൊ പിടുത്തപ്പെട്ട അടിപൊളി നാടൻ സ്റ്റൈലിൽ നിന്ന് ബിരിയാണി ഉണ്ടാക്കിയിട്ട് അടിപൊളിയായി കഴിക്കണം. മാഷാ അല്ലാ. ഓക്കെ, അപ്പൊ ഞങ്ങൾ കഴിക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി വിവരങ്ങളായിട്ട് വരാം. ഓക്കെ, അപ്പൊ എല്ലാവരോടും ഇവിടെ കുറച്ച് കഴിഞ്ഞിട്ട് വരട്ടോ, കഴിക്കട്ടെ കേട്ടോ. ഇത് കൂടുതൽ സംസാരിക്കാൻ വയ്യ, ഇതിന്റെ ടേസ്റ്റ് ഉണ്ട്. അതെ, എനിക്ക് ഇനി എന്താ അറിയില്ല, ഇനി മാള് ഉണ്ടാക്കിയതിന്റെ ടേസ്റ്റ് ആണോ അത് ഇനി കുഞ്ഞോളെ അടുത്തുള്ള ഫുഡിന്റെ മസാലന്റെ പവറാണോ അതൊന്നും എനിക്കറിയില്ല. എനിക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്, അത്രേ അറിയുള്ളൂ. പിന്നെ ഭക്ഷണത്തിന്റെ ഒരു ബർക്കത്തും കൂടി കഴിക്കാരം. ഓക്കെ, ഏതായാലും അൽഹംദുലില്ലാ കഴിക്കട്ടെ കേട്ടോ. ഇതാണ് അവസ്ഥ.
ഞാൻ പീസ് ഇട്ടാണ് പോയി കൊടുക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് ഒരു ഉറക്കം ഉറങ്ങി. സാധാരണ ഭക്ഷണം കഴിച്ചിട്ടില്ല ഉറങ്ങല്, ഞാൻ ഉറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചു. ഇനി ഉറങ്ങരുതിട്ടാ. മാഷാള്ള അടിപൊളിയെന്ന്. മോള് ചോറ് അടുത്ത് നേരത്തെ കണ്ടല്ലേ. ഇതാ കണ്ടാ വിരുന്നായി മൈരുവാൻ കൊടുത്ത് ഓരോരുത്തർ ഇത് ഒന്നുകൊടുത്ത് പോണേ. നമ്മളെ കുട്ടിമോൻ ഇവിടെ വന്ന് ഹാജർ കഴിക്കണതാ. കുട്ടിമോനും മുത്തും കൂടി ബൈക്കുമ്പോ വന്നേ. ഇവിടുത്തെ വലിയ താത്ത ഇപ്പൊ വരികയാണ്, പീടി പോയിരിക്കണേ. നല്ല വെളിച്ചം, സൂപ്പർ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. മുത്തൂന്റെ വെളിച്ചം കൊണ്ടിട്ട് കാണുന്നില്ല. അടിപൊളി, നല്ല രസമുണ്ട്. അന്നല്ല ലേറ്റ് ആണേ. ആ ഇറങ്ങേ. ആ തീരെ എനിക്ക് മധുരം ചേർത്തത് ഒരു ഒഴിവില്ല, വെറും തീറ്റയും കൂടിയാണ്. ഉള്ളിന്ന് തീറ്റ തന്നെ ഉള്ളൂ. മാളുവിന്റെ എന്റെ ഡയറ്റൊക്കെ പൊട്ടിന്ന് കണ്ടുള്ളൊക്കെ 2 പ്ലേറ്റ് ബിരിയാണി. ലാസ്റ്റ് ഇടങ്ങാറായി കിടക്കുന്നു ഞാന്. പായം റോസ്റ്റ് ഉണ്ട്. പായം റോസ്റ്റിന്റെ പേര് ഒരാള് തീറ്റിച്ചാനായിട്ട് ഇന്ന് റെഡി ആയി നിന്നാണിതാ. ഒരു രക്ഷയില്ല. തീരെ വേണ്ട. പച്ചയും മധുരം വേണ്ടെന്നാണ്. ഞാൻ മധുരമായിട്ട് ചായ കുടിച്ചില്ല, പോയിക്കോളെ ഇവിടുന്ന്. നിങ്ങൾക്ക് എന്താ വേണ്ടി? നിങ്ങൾക്ക് പയം കിട്ടിയാ എന്താ വേണ്ടേ? ഇതാ പഴം പുഴുങ്ങിയത്. പുഴുങ്ങിയ മതി. ഇതാണ് ജയ്യോ. ഇപ്പൊ ഇംഗ്ലീഷിൽ സംസാരിക്കുള്ളൂ. ഇംഗ്ലീഷ് ഒന്നും അറിയാം, ഏതോ പരിചയമില്ലാത്ത ഭാഷയിൽ സംസാരിക്കല്. ഈച്ചുകാക്ക. ഡോക്ക് ഈ മോൾട്ടി ചോദിച്ചേട്ടാ മുത്തുമോളെ. മനുഷ്യന്മാരെല്ലാം ഞാൻ കമന്റ് ചെയ്യോട്ടെ. കടലാണ്, കടല് തിന്നാ തടി കൂടൂല. മിക്സറിന്റെ പ്ലേറ്റ് ആണ് മുമ്പ്, ഇത്രയും വലിയ പ്ലേറ്റ്. അപ്പൊ എല്ലാവരും ഡേറ്റ് ഇങ്ങനെയാണോ എന്ന് ഒന്ന് കമന്റ് ചെയ്യോട്ടിട്ടാ. ഇതാണ് അവസ്ഥ. മധുരമില്ലാത്ത ചായ. ഇവിടുത്തെ അവസ്ഥ ഇപ്പൊ കുറച്ചും നിങ്ങൾ വീഡിയോ കണ്ടേ, ഒരു മല്ല യുദ്ധം തന്നെ ഇവിടെ നടന്നേനെ. എങ്ങനെയാണ് കാണുക? ഇനിയിപ്പോ ഏതായാലും ഇനി വരാൻ പറയില്ല കുഞ്ഞോളെ. ഇനി ചോറുണ്ട്. ഈ അവസ്ഥയിലാണെങ്കിൽ ഇനി അടുത്ത ചോറാണ് ബിരിയാണി. സ്ഥലമുള്ളവര് തിന്നോളി, ഇരിക്ക വേണ്ട. നിച്ചോ അല്ല അതെന്താ പരിപാടി? ഞങ്ങള് പിന്നെ വീഡിയോ യൂട്യൂബിൽ ഇടാം. എന്താ പരിപാടി? ഞങ്ങൾ അടുത്ത റൗണ്ട് പോയി, 3-ാം റൗണ്ടിലാണ്. മുണ്ടിട്ടാ ആള് ഇരിക്കണ്ട. ക്യാമറ ഓഫാക്കി ഇരിക്കുവാ. ഇല്ല, ഞാൻ ഇരിക്കൂല. അപ്പൊ ഏതായാലും ഞങ്ങളിന്ന് ലൈറ്റ് ആയിരിക്കാം. പൊന്നോ പോകുന്നു. ഓ എന്തിപ്പോ ഹെൽമെറ്റ് ഇട്ട് എടോക്കെ അവിടെ കേറുമ്പോ ശ്രദ്ധിച്ച് കേറിട്ടാ. ചോറ് വേണ്ട പറഞ്ഞ ആൾക്കാരൊക്കെ അതാ ചോറ് ഇരുന്നുണ്ടേ. ഷർട്ട് വരെ അയച്ച് വേറെ ഫുള്ളായിട്ട് ഷർട്ടുമ്മ മുട്ടി നിർത്തി. ചിക്കൻ ബിരിയാണി ഫുള്ള് തീറ്റയാണ് ഇടുന്നത്. ഇതാ അടുത്തത് കൊല്ലത്തിലൊരിക്കൽ വന്നാ മതി. ഇക്കോലാണെങ്കിൽ ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാ മതി. അതിലൊക്കെ തിന്ന് കൂട്ടിക്കണേ ഇല്ല മോൾട്ടിയാ. ഫുള്ളായില്ലെന്ന്. ഇനി പൊന്നൂന്റെ അമ്മായിന്റെ അടുക്ക് വന്നാൽ മറക്കൂലല്ലോ. മറക്കരുതിട്ടാ. കുഞ്ഞോളാ ചായ ഉണ്ടാക്കണ്ട. അടുത്ത ചായ നിങ്ങളെ കൊന്നിട്ടേ താത്ത വിടുള്ളൂ. ഓക്കെ, അന്റെ ഏതേ അമ്മായിയോടെ വന്ന് അങ്ങനെ ട്രീറ്റ് കിട്ടുവോ? കിട്ടലുണ്ടാ ഈ അമ്മായിന്റെ അവിടുന്ന്? ഓക്കൊരു മൂത്തമ്മ ഉണ്ട്, റുക്കിയ മൂത്തമ്മ.
ഇതൊക്കെ റുക്കിയ മൂത്തമ്മ അത് കാണൂട്ടാ. നസി മൂത്തമ്മ അന്റെ അമ്മായി സൂപ്പർ. ആ പൊട്ടിപ്പാർമന്നേ തന്നെ പിടിക്കണത് കാണാണ് അല്ലേ? ടേസ്റ്റില്ലേ ചിക്കൻ കറി? അത് തിന്നോളി, എനിക്കണ്ടാ, ഞാൻ തിന്നൂല. ഞാൻ ഉച്ചക്കെ തന്നെ എന്റെ വള്ളൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്, ഇപ്പോഴും അനങ്ങിയിട്ടില്ല. അപ്പോ ഇവിടെ ഒരു കോമഡി ഇറക്കി, പൊന്നിപ്പടൊരു കോമഡി ഇറക്കി, നിങ്ങള് കേട്ടില്ലല്ലോ. ഇത് കണ്ടെങ്കിൽ രാത്രി നേരം 10 മണി കഴിഞ്ഞിക്കണേ, മാള് ഇറങ്ങണ കോലല്ല. 10:15 ഇന്ന് ഇറങ്ങിക്കോ, കുഞ്ഞോളം മുന്നിട്ടിട്ടില്ല. അപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ്. ഏതായാലും പണ്ട് ഏതാ മൂസന്റെ അളയാൻ വന്ന അവസ്ഥയാണ്, പോണില്ല. അളയാളെ ഞങ്ങൾ ഇന്ന് വന്ന് ഞാൻ എന്നാ പോയച്ചില്ലേ, ആ അവസ്ഥ പോയി ഇറങ്ങണ. അപ്പൊ ഏതായാലും മകളെ ഇറങ്ങാൻ പോണേ, മലങ്ങിട്ട് വരാം, ഒന്നും ഇറങ്ങിക്കാടോ, അറ്റികളൊക്കെ ഇടുന്നോട്ടെ. അപ്പൊ എല്ലാവരോടും അസ്സലാമു അലൈക്കും. നിച്ചു പോട്ടെ, ഒരു ടാറ്റ അടിക്കാം. നിച്ചു പോകട്ടാ, ജയ് പറഞ്ഞ ആ എപ്പോഴുള്ളാണ്. ഞങ്ങൾ ഇറങ്ങിട്ടാ. ജയോ ടാറ്റ. നിച്ചുവാ അപ്പൊ മക്കളെ ഏതായാലും ഞങ്ങള് പോവാണ്. കുട്ടികളൊക്കെ ഉറങ്ങി തുടങ്ങിക്കണേ ഏകദേശം. ബാക്കിലുണ്ട് ഉറക്കം നോങ്ങിയാളിരിക്കണേ. അപ്പൊ കുഞ്ഞോളെ വീട് ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് എല്ലാരും ഷെയർ ചെയ്യോണ്ട്, അഭിപ്രായം അറിയിക്കോണ്ട്, കമന്റ് ചെയ്യോണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ അതെ, അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം. ഫ്രണ്ടിൽ പോയി ബാക്കി എല്ലാവരുടെ ബാക്കിലുണ്ട്, ഒക്കെ സൈഡ് അയക്കണേ. പൊന്നൊക്കെ ഉറക്കം വന്നിട്ട് ഉമ്മ പോവുക നിങ്ങൾ ഉറക്കം തൂങ്ങൽ തുടങ്ങിയേ. ഓക്കെ, സമയം 10:15 കഴിഞ്ഞു, 10:30 ആയിക്കണ നേരം. ഈ മോൾട്ടിന്റെ വീട്ടിൽ കൊണ്ടാക്കണം ചെന്നിട്ട്. അതെ അതെ അതെ. അപ്പൊ ഞങ്ങള് പോവാണേ. എല്ലാവർക്കും ബൈ.